ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഉള്ളിത്തീയലുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂണ് മാത്രം മല്ലിപ്പൊടിയും ചേർത്തൊന്ന് ചൂടാക്കി എടുക്കണമുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി കാണിക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഇത് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് മാത്രം ചെയ്യണം. ഞാൻ എടുത്തപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടത് എന്തോ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറി. ഞാൻ പിന്നെ തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ ഫോണ് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഫോണിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലൊത്തിരി വീഡിയോ ഇതൊക്കെ എടുക്കാനുള്ള സ്പേസ് ഇല്ല, കുറവാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. ഞാനത് നേരത്തെ തേങ്ങ ഇതൊരു 1 കപ്പോളം തേങ്ങ വരും. അതിനെ ഞാൻ വറുത്ത്, ഞാൻ ഇതിൽ പൊടിയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്കിലും ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുകയാണ്. പൊടികൾ ചേർത്തിട്ട് അതായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉള്ളൂ. ഒത്തിരി ഇനിയിട്ട് ഞാൻ മൂപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, സിമ്മിലല്ല ഇട്ടേക്കണത്, പകുതിയോളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് തേങ്ങ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതോട് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. എന്നിട്ട് ഞാനത് അരയ്ക്കാൻ വേണ്ടിയിട്ടെടുത്ത് മാറ്റി. എന്നിട്ട് അതേ ചീനിച്ചട്ടി തന്നെയാണ് ഞാൻ കഴുകി ഇപ്പോൾ എടുത്ത് എണ്ണ ചൂടാക്കുന്നത്. ഞാൻ കഴുകിയെന്ന് വെച്ചാൽ നമ്മൾ വറുത്തതിൻ്റെ പൊടിയൊക്കെ കാണുമ്പോൾ അത് ചൂടായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ പിന്നെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കഴുകിയിട്ടെടുത്തത്. ഇത് ചെറിയ ഉള്ളി ഞാൻ മുഴുവനായിട്ട് തൊലി മാറ്റിയിട്ട് ഇടാം, കുഴപ്പമില്ല. പക്ഷേ എനിക്കത് ഇടുന്നത് എന്തോ പോലെയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ഒന്ന് അരിഞ്ഞേ ഇടാറുള്ളൂ. ഇത് ഒരു 1/2 കപ്പ് ഉള്ളി വരും. അതായത് എന്തായാലും കുറച്ച് ഉള്ളി എടുക്കുമ്പോഴായിരിക്കുമല്ലോ ഇത്രയും വരിക. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ചൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതിന് ശേഷം ഞാൻ വേറെ ഒന്നും ഇതിൽ കൂടുതൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ കത്രിക്ക ഉണ്ടല്ലോ, ഇത് ഒരു കത്രിക്ക എടുത്തിട്ടുള്ളൂ. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക ഇതൊക്കെ ചേർക്കണവരുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ചേർക്കും. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേറെ കൂടുതലായിട്ടൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെച്ചോണം. സിമ്മിലിടണം എന്നില്ല, എങ്കിലും ഒന്ന് കുറയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം. ഇപ്പോൾ കണ്ടോ, ഇത് ഇത്രയും ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു പരുവത്തിൽ വരാണ്ട് ഒരു പകുതി മുക്കാലോളം ആകുമ്പോൾ മതിയാക്കിയിട്ട് ഒഴിക്കാം. ചിലരങ്ങനെ ആയിരിക്കും എടുക്കണം, പക്ഷെ ഞാൻ ഇത്രയും എടുത്തു. ഇതിപ്പോൾ ഞാൻ അരച്ച് വെച്ചിരുന്ന അരപ്പും കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിൽ കഴുകി എടുത്തിട്ടുണ്ട്. അതിത്രയാണത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്പേസ് ഫോണിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ലോങ് ആയിട്ട് ഇടാതെ കുറച്ചെടുത്ത് വെച്ച് കാണിക്കണത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പുളിയാണ് പുളി ചൂടുവെള്ളത്തിൽ നല്ല പിഴിഞ്ഞെടുത്തിട്ട് ചേർക്കണത്. ഞാൻ പുളിയുടെ അളവ് എത്രയെന്നൊന്നും പറയാനില്ല, കാര്യം പുളിപ്പ് ആവശ്യമുള്ള എത്രയാണോ അതനുസരിച്ചിട്ടാൽ മതി. ചിലർക്ക് കുറച്ച് പുളിപ്പ് കൂടുതലിരിക്കണത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്രയും വേണ്ടായിരിക്കും. അതിപ്പോൾ ഓരോരുത്തരുടെ കണക്കായിരിക്കുമല്ലോ. ഇപ്പോൾ തീയിൽ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട അതിൻ്റെ കളറൊക്കെ മാറിയില്ലേ. അപ്പോൾ നമ്മളുടെ തീയൽ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. എന്നോട് ക്ഷമിക്കണം, ഒത്തിരി ലോങ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റാത്തതിന്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.